ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്? നമ്മളിപ്പോ രാമേശ്വരം ടെമ്പിളിന്റെ ഉള്ളിലാണ്. അതെ, ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഒരു കൽമണ്ഡപം, ഫുള്ള് കല്ലിന് കൊത്തിയുണ്ടാക്കിയ ഒരു വലിയൊരു ലോകം തന്നെയുണ്ട് ഇതിനുള്ളിൽ. പിന്നെ ഈ താഴെയുള്ള ബേസ്മെന്റ് ഫുൾ ധനുഷ്കോടി വരണം. നമ്മളല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ധനുഷ്കോടി വരണം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നാണ് ഇവരുടെ കൂടെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രാമേശ്വരം ടെമ്പിളിൽ കയറാന്ന് പറഞ്ഞു. നമ്മൾ രാമേശ്വരം ടെമ്പിളിൽ കയറി ഇവിടെ പൂജയ്ക്കൊക്കെ കൊടുത്തു. അർച്ചന കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു മാലയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഇത് കഴുത്തിലിട്ട് നടക്കുന്ന കാരണം നമ്മളും അത് കഴുത്തിലിട്ടതാണ്. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ബാബ പറഞ്ഞു പ്രത്യേകത പറയുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കല്ലില് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ശില്പപ്പണികൾ ഒരുപാട് നമുക്ക് പഴയ കാലത്തിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ശില്പപ്പണികളുണ്ട്. അതെ അതെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൽമണ്ഡപം അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആക്ച്വലി. കാരണം അവിടെ ക്യാമറ റെസ്ട്രിക്റ്റഡും ഭയങ്കര തിരക്കുമായിരുന്നു. സോ അത് കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമറ അലൗഡ് അല്ല. ഇതിപ്പോ ഞങ്ങൾ പുറത്ത് ഔട്ടറിലാണ് നമ്മൾ എടുക്കുന്നത്, അല്ല ബാബേ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വന്ന് ഒരു തവണയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്ഥലമാണ്. നല്ല ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഫീല് തരുന്ന ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടുത്തെ കടൽ കുളിച്ചിട്ട് പിന്നെ ഇവിടെ തീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം പോയിട്ട് നമ്മള് ദൈവത്തിന് തൊഴണ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ കുളിച്ചിട്ട് വന്നതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. നമ്മള് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പം ഈ വ്ളോഗിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പോ നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടാണ്, 1 മണിയായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഒന്ന് കിടക്കണം. 1 മണിയാകുമ്പോൾ ഇവിടെ അമ്പലം ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ 3 മണിക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ ഇനി കൂടുതൽ നിർദ്ദേശിച്ച സെക്യൂരിറ്റി നമ്മളെ കഴുത്തിന് പുറത്താക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ പോകുന്നല്ലേ നല്ലതല്ല പറയാം. അതിന്റെ ഒരു കുറവ് ഞാൻ കുറച്ച് തമിഴ്നാട്ടിൽ വന്ന് അടിവാങ്ങി. അത് ഫ്രെയിം ഔട്ടാണ്, ഫ്രെയിമിക്കാർക്ക് അങ്ങനെ കഴിഞ്ഞു. അമ്പലത്തിൽ വരാൻ പറ്റി. ഇതൊക്കെ 1 മണിയായപ്പോൾ ക്ലോസ് ചെയ്ത് നമ്മൾ തന്നെ ഇറങ്ങാൻ പോകുന്നുണ്ട്. യാത്ര നല്ല സുഖകരമായിരുന്നു. ഇവൻ ശരിക്കും ബിസിനസിന്റെ ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ വലിഞ്ഞുകയറി വന്നതാണ്. വലിഞ്ഞേറ്റത്തിന്റെ ആളാണ്. വലിഞ്ഞുകയറി വന്നത് കാരണം എനിക്കിവിടെ അമ്പലത്തിൽ കയറാൻ പറ്റി, ധനുഷ്കോടി പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു രാമേശ്വരം വ്ളോഗ് ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ അതിനുള്ള